ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് കുറച്ചധികം കണ്ണൂർ സ്പെഷ്യൽ ഐറ്റംസ് പരിചയപ്പെടുത്തി കൊടുക്കാൻ പോവാം. ഇവർ രണ്ടാളും ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും കൂടി വേണ്ടിയുള്ള അല്ലേ? അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. ഇങ്ങനെ തള്ളി മറിച്ചിട്ട് ഇവർ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നായിരിക്കുമല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. പോയ സ്പോട്ട് ഇതാണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അതിന് മുന്നേ അടുത്ത ഫുഡിൻ്റെ വിശേഷങ്ങൾ അറിയാം. ഫസ്റ്റ് തന്നെ നമ്മളൊരു ചായയിലാട്ടോ തുടങ്ങിയിട്ടുണ്ടായി. ചായ മെയിനാണല്ലോ. പിന്നെ അവർ കണ്ണൂർ സ്പെഷ്യൽ ഐറ്റംസ് കുറേ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അവർ ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐറ്റമാണ് അവരെ മൈലാഞ്ചി ചോറ്. അത് നമ്മൾ കണ്ണൂരുകാർക്ക് മാത്രമുള്ള വെറൈറ്റി ഐറ്റമാണ്. കാരണം നമ്മൾ കല്യാണത്തിൻ്റെ ദിവസം തലേന്ന് രാത്രി കൊടുക്കുന്ന ഐറ്റം കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് തട്ടുകടയിൽ അപ്പം ചില്ലിയും, പിന്നെ നമ്മളെന്താ പാൽ പൊറോട്ടൻ്റെ ആ ഫ്ലേവർ ലൈക്ക് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് നിങ്ങൾ കഴിച്ചിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവളെ ഈ തീറ്റ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അത് എത്രത്തോളം അടിപൊളിയാണെന്നുള്ളത്. ശരിക്കും നമ്മൾ ഫുഡ് എൻജോയ് ചെയ്ത് ലൈക്ക് ആ ഒരു ഫീലോടെ കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. ഒരു സീരിയസ് ആണ് കേട്ടോ. അടിപൊളി. ഭയങ്കര സോഫ്റ്റാ ഗൈസ്. ഇത് ബീഫിന്റെ ബ്രെയിൻ ആണ്. ജോഷിന് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുന്ന ബ്രെയിൻ എങ്ങനെയുണ്ട്? ജെനുവിനായിട്ട് ഇത് പറ. ഭയങ്കര സോഫ്റ്റാ. ഇഷ്ടപ്പെട്ട ഇത്രയും അടിപൊളിയായിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ ഫുഡ് കിട്ടുന്ന ഈ സ്പോട്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയണ്ടേ. ഇത് നമ്മൾ അസീസിയയിലുള്ള സൽക്കാരം റെസ്റ്റോറൻ്റ് ആയിരിക്കും. ഖത്തറുകാർക്ക് ഇത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലയെന്ന് എനിക്ക് അറിയുന്നത്. എന്നാലും ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കണ്ണൂർ സ്റ്റൈൽ ഫുഡ് എന്താണെന്നുള്ളതൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. നല്ലോണം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അവർ ലോഡ് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഒരു ചായയും ഒരു ഇതും സ്നാക്സും കഴിക്കാനല്ലേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓർഡർ ചെയ്ത് ഒരു ടേബിൾ നിറയെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഏതായിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ? എൻ്റെ ഫേവറേറ്റ് ഇതാണ്. എന്താ പറയുക, എന്താ പേര് പറഞ്ഞുപോയി. അല്ല, മുട്ടയപ്പം പൊള്ളിച്ചത്. അത് ലൈക്ക് കണ്ണൂരുള്ളവർക്ക് എന്തായാലും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ തന്നെ വന്ന് കഴിക്കണം. ഖത്തറിൽ ഇപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് കൊടുക്കുന്ന ഇവരെന്നാന്ന് തോന്നുന്നത്. ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇത് കോഴിക്കോട് ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? കോഴിക്കോട് ഇങ്ങനെ നല്ല ഫുഡൊന്നും ഇല്ല. കണ്ണൂർ ലോകത്തുള്ള എല്ലാവരും ഫുഡ് കഴിക്കാൻ വരുന്ന സ്ഥലമാണ് കോഴിക്കോട്. പക്ഷേ കണ്ണൂർ മാത്രമേ കുറേ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാവുള്ളൂ. അത് കോംപ്രമൈസ്. കണ്ണൂർ കോഴിക്കോട് നല്ല അടിപൊളി ഫുഡ് കിട്ടും. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അതാ നല്ലത്.